ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന വെച്ചാൽ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞത് ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവൾ ഈ വീട്ടിനകത്ത് പട്ടിണി. അപ്പൊ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി വ്ളോഗ് വിവാദം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതന്നെയാണല്ലോ ചർച്ചാ വിഷയം. സംഭവം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഈ ഫാമിലിയിലെ രണ്ടാമത്തെ മകൾ അച്ഛനും അമ്മയുമായി പിണങ്ങി. അവരെ കൂട്ടാതെ വിവാഹം ഉറപ്പിച്ച പയ്യനുമായി കല്യാണം കഴിക്കുന്നു. അതിനുശേഷം അമ്മ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു, മകളെ ശപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വീഡിയോ ഒന്ന് കാണുക പോലും ചെയ്യാതെ പലരും പല രീതിയിൽ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നീ കാര്യം അറിയാതെ ചുമ്മാ അതും ഇതും പറയല്ലേ, ആ അമ്മ ഓൾറെഡി മകൾ ഇറങ്ങിപ്പോയതിന്റെ ധർമ്മസങ്കടത്തിലാണ്, നീ അവരെന്തിനാണ് കുത്തി നോവിക്കുന്നത്, നിനക്ക് അവരുടെ കുടുംബം വിറ്റ് കാശാക്കാൻ നാണമില്ല എന്നുള്ള രീതിയിൽ. നമ്മളെ മനസ്സാ വാചാകർമ്മ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആൾക്കാരെ ഒന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഒന്ന് മറുപടി തരണമെന്ന് തോന്നി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ഇതിനൊരു മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ശരിയാവില്ലല്ലോ. പിന്നെ മെയിനായിട്ട് പലരും പറഞ്ഞത് നീ കാര്യം അറിയാതെ ഒന്നും പറയരുത് എന്നുള്ളത്. ഞാൻ എന്റെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ 100% തെറ്റ് ചിലപ്പോൾ നന്ദനയുടെ ഭാഗത്തായിരിക്കും, അമ്മ ഇവിടെ 100% ശരിയായിരിക്കും. അതെന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കുടുംബ പ്രശ്നങ്ങൾ വഷളാക്കരുത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ളതല്ല നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ ആ കാര്യം തന്നെയാണ് എന്റെ വീഡിയോകൾ ഉടനീളം കൺവേ ചെയ്യാൻ ശ്രമിച്ചതും. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ വേദനകളെ ഇങ്ങനെ കുത്തി നോവിക്കല്ലേ, അവരമ്മയാണ്, അവരുടെ വേദന നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നവരോട് ഇവിടെ കുത്തി നോവിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം മകൾ എത്ര തെറ്റ് ചെയ്താലും മകളെ ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ശപിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ മകൾ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക, അതല്ലാണ്ട് പബ്ലിക്കിൽ വന്ന് അവളെ ഇങ്ങനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കല്ല വേണ്ടത്. അത് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി അല്ല, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെയാണ് ഞാൻ അവരുടെ വേദനയെ കുത്തി നോവിച്ചത് നിങ്ങൾ എന്നെ ഒന്ന് പറ. പിന്നെ വേറെ പലരും പറയുന്നത് നിനക്ക് നാണമില്ല അവരുടെ കുടുംബം വിറ്റ് കാശാക്കാനെന്ന്. എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നിലപാടുകൾ പറയുക, അതിനൊരു എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതാണ്. കാലങ്ങളോടായി ചാനൽ ചെയ്തു വരുന്ന കണ്ടന്റുകളും അത് തന്നെയാണ്. ഇവിടെ നടക്കുന്ന പീഡനങ്ങളും കൊലപാതകങ്ങളും ആണല്ലോ ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതും. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടന്റ് ആക്കുന്നു, അതിനുവേണ്ടി തുടങ്ങിയ ചാനലാണിത്. ഇനി സ്വന്തം കണ്ടന്റ് മാത്രമേ കാണുന്ന വാശി പിടിക്കുന്നവരോട് നിങ്ങൾ വല്ല ഫാമിലി വ്ളോഗും പോയി കണ്ടോളി, അല്ലാണ്ട് ഞാനിപ്പോ എന്ത് പറയാനാണ്. എന്റെ ചാനലിൽ ഇങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാവത്തുള്ളൂ. അത് സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. സ്ഥിരമായിട്ട് കാണുന്നില്ല ഈ ചാനൽ ഒരു 3-4 വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു, ഇതിനു വേണ്ടിയായിരുന്നു മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഇത്രയൊക്കെ അയച്ചതിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അപ്ഡേറ്റുകളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മെയിനായിട്ട് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂപ്പൻ ഫ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പും മുളകും വയറ്റിലെ അമ്മയെ വിളിച്ചു, എനിക്ക് സത്യം ബോധ്യപ്പെട്ടു, അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ റീച്ച് ആയ ഒരു വീഡിയോ ആയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ മൂപ്പൻ ഫ്ലോഗിന്റെ ആ വീഡിയോയോട് കൂടി നല്ല രീതിയിൽ ഉപ്പും മുളകും ലൈറ്റിൽ അമ്മക്ക് പബ്ലിക് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മെയിനായിട്ട് മൂപ്പൻ ഫ്ലോഗിന് പറയാനുള്ള കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണ നിശ്ചയം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേഗത്തിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു നിന്ന ഫാമിലിക്ക് പെട്ടെന്ന് പൊടുന്നതിന് മകൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നത് ശരിയുമല്ല, അത് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ജോർജ് കുട്ടി പറഞ്ഞ പോലെ അത് ഞങ്ങളോടൊപ്പം തീരട്ടെ എന്ന് ആ കുടുംബക്കാർ വിചാരിച്ചോട്ടെ എന്നുള്ളത് മാത്രമാണ്. ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത ഒരു മാതാപിതാക്കളെ അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അരങ്ങേറിയതിൻ്റെ ഭാഗമായി അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു, മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നു പലതും. അപ്പം ആ കുട്ടി ഇന്നലത്തെ ആ കുട്ടിയുടെ വീട്ടിലും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വരും. അതെന്താണെന്നുള്ളതൊക്കെ എനിക്ക് ഇന്നലെ മനസ്സിലായി. ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അവിടെ നടന്നത് എന്താണെന്നും ഒക്കെയുള്ള കാര്യം. ഓക്കെ, ഇതാണ് പുള്ളിക്കാരി മെയിനായിട്ട് പറയുന്നത്. ഒരു 10-12 മിനിറ്റോളം ഉണ്ട് വീഡിയോ. അതിൽ മെയിനായിട്ട് ഇതന്നെ അങ്ങോട്ട് മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കാരയിൽ പ്രത്യേകിച്ച് പുള്ളിക്കാരനൊന്നും പറയുന്നില്ല. ഇവിടെ മകളാണ് തെറ്റുകാരി, അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവരാണ് ശരി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു വെക്കുന്നത്. ഇതിന് ശേഷം സിജോ ടോക്സ് പോലുള്ള മറ്റുള്ള യൂട്യൂബേഴ്സും ഈ അമ്മയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു, സത്യം ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ. പിന്നെ അവരുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള കുഞ്ഞൻ അഥവാ നന്ദന സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു
ഇങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പൊതുവെ നമ്മൾ മലയാളികൾക്കിടയിൽ പൊതുവായിട്ടുള്ള ഒരു രീതിയുണ്ട്, ആരെങ്കിലും കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരിയെന്ന് നമ്മൾ അങ്ങ് ഉറച്ചു വിശ്വസിക്കും. മുമ്പത്തെ പല സംഭവങ്ങളും അതിന് ഉദാഹരണങ്ങളാണല്ലോ. അപ്പൊ ഈ അമ്മ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ അമ്മയുടെ ഭാഗമാണ് ശരിയെന്ന് പലരും ഉറപ്പിച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വ്ളോഗേഴ്സ് അമ്മയ്ക്ക് സപ്പോർട്ടും കൂടി ആയി വന്നതോടുകൂടി അമ്മയുടെ ഭാഗമാണ് ശരി എന്നൊരു പബ്ലിക് സപ്പോർട്ട് അവിടേക്ക് എത്തി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ മൂപ്പിൻസ് വ്ളോഗിനെ സംബന്ധിച്ചിടത്തോളം അമ്മയെ വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം അല്ലെ. അയാൾക്ക് അവരുടെ ഭാഗം കേട്ട് സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു ഭാഗം കേട്ടിട്ടാണ് ഇവിടെ സത്യം ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിനൊരു മറുവശം കൂടി ഉണ്ടല്ലോ. ആ ഇറങ്ങിപ്പോയ കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമ്മൾ കേൾക്കണല്ലോ. രണ്ടുപേരുടെയും ഭാഗം കേട്ടിട്ടാണല്ലോ നമ്മളൊരു നിലപാടെടുക്കേണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബർ മുപ്പമുടങ്ങലായിട്ടില്ല രണ്ടാമത്തെ മകളോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നന്ദനയുടെ വെർഷൻ എന്തോണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിക്കാരൻ പറയുന്നൊന്ന് കേട്ടോക്കാം. മെയിനായിട്ടുള്ള കേസ് ഈ പറയുന്ന ഈ പയ്യന് പരസ്ത്രീ ബന്ധമുണ്ട്. ഈ പയ്യനും മറ്റൊരു പെണ്ണുമായിട്ടുള്ള ചാറ്റ് എന്ത് ചെയ്തു, ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്, അതായത് അശ്ലീല ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് എത്തുകയും അതിനുശേഷം ഇവർ എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെ ഇതിൽ നിന്ന് കല്യാണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നന്ദന പിടിച്ച പിടിയാലെ എന്താണ് ആ പയ്യനെ തന്നെ മതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. ഒരു അമ്മയും അച്ഛനും അല്ലേ, അവർക്ക് എന്തായാലും സ്വന്തം മകള് മറ്റൊരു തന്നെ ഇതുപോലെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു പയ്യനുമായിട്ട് കെട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ മുന്നേ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു, എതിർത്തു. പക്ഷെ അവളതിന് ഈ നന്ദന അതിന് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ നന്ദന എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. അല്ലാതെ നമ്മൾ കല്യാണം നടത്താത്തതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അമ്മയുടെ വെർഷൻ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ നന്ദന പറയുന്നത് മറ്റൊരു വെർഷനാണ്. അപ്പൊ നന്ദനയുടെ ഭാഗം കേൾക്കുമ്പോൾ നന്ദനയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല, ശരിയുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കാര്യം ആദ്യം പറയും, രണ്ടോ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടോ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നന്ദന പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, അമ്മ പറഞ്ഞ സംഭവം എന്താണ്, ഈ പയ്യന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, പരസ്യ ബന്ധത്തിനേക്കാൾ ഉപരി മറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പിന്നെ ഇതിൽ നിന്ന് കല്യാണം വേണ്ട, കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നന്ദന പറയുന്ന വർഷം മറ്റൊന്നാണ്. അതായത് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇവരുടെ പെണ്ണ് കാണൽ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം, അതായത് 18-ാം തീയതിയാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. തൊട്ട് 19-ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ പറയുന്ന ഈ നന്ദനയുടെ ചേച്ചി പൊന്നൂസിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്കാണ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായി, ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു. അതിനുശേഷം നന്ദന തന്നെ ഇടപെട്ട് എന്ത് ചെയ്തു, ഈ പയ്യന്റെ അടുത്ത് തിരക്കി, ഇതിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. അതിനുശേഷം ഈ പറയുന്ന മെസ്സേജ് അയച്ച പെൺകുട്ടിയില്ലേ അവരെയും വെച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്തു. ഇതാണ് അവിടെ തുടക്കത്തിൽ സംഭവിച്ചെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി സംഭവിച്ചെന്താണ്, നന്ദനം കെട്ടാൻ പോകുന്ന പയ്യൻ ഏതൊരു പെണ്ണുമായിട്ട് മുമ്പ് ഒരു അശ്ലീല ചാറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അശ്ലീല ചാറ്റ് നടത്തിയ പെണ്ണ് ഈ പറഞ്ഞ നന്ദനോട് ചേച്ചിയുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് ആ ചാറ്റുകളൊക്കെ അയച്ചു കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചില വാക്ക് തർക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇതാണ് സംഭവത്തിന്റെ മൂല കാരണമായി പറയപ്പെടുന്നത്. എന്തായാലും ഈ ചാറ്റുകളെല്ലാം കണ്ടതോടുകൂടി അച്ഛനും അമ്മയ്ക്കും ഈ പയ്യനുള്ള താല്പര്യം അങ്ങ് നഷ്ടപ്പെടുന്നു. ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ നന്ദനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ നന്ദനൊക്കെ ആണെങ്കിൽ ആ പയ്യനെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ മുമ്പ് ചെയ്ത തെറ്റുകളല്ലേ, പൊറുക്കാൻ പറ്റാവുന്ന തെറ്റുകളല്ലേ എന്ന രീതിയിൽ നന്ദൻ അത് ക്ഷമിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് അല്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ആക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ കുടുംബത്തിലെ മൂത്ത മകളുടെ ഭർത്താവ്, അതായത് പൊന്നൂസിന്റെ ഭർത്താവ്, പുള്ളിക്കാരനാണല്ലോ ഇപ്പൊ കുടുംബത്തിലെ ഒരു മൂത്ത ചേട്ടനായി നിൽക്കുന്നത്. പുള്ളിക്കാരൻ എന്താക്കി, നന്ദനയുടെ ഭർത്താവുമായിട്ട് ചില സംസാരങ്ങൾ ഉണ്ടായി. അതായത് ചാറ്റുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ നന്ദനെ കെട്ടാൻ പോകുന്ന പയ്യനെ അങ്ങ് ചോദ്യം ചെയ്തു. ഈ പയ്യനാണെങ്കിൽ ഈ ചോദ്യം ചെയ്ത് അങ്ങ് ഇഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെ ഇവര് തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി. ഇവിടെ നന്ദനാണെങ്കിൽ ആ ചെക്കന്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്തു. അതോടെ മൂത്ത മകളായിട്ടുള്ള പൊന്നൂസിന്റെ ഈഗോ ഹേർട്ടായി. അവൾ നന്ദനെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ബ്ലോക്ക് ചെയ്തു, വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ആ ബ്ലോക്ക് ചെയ്ത സമയത്ത് പോലും മാതാപിതാക്കൾ പൊന്നൂസിന് കൂടിയാണ് നിന്നത്. നന്ദനയോട് പൊന്നൂസിനോട് സോറി പറയാൻ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴത്തെ നന്ദനയുടെ മറുപടി, ചേച്ചി എന്നെയല്ലേ ബ്ലോക്ക് ചെയ്തത്, ഞാൻ സോറി പറയില്ല എന്നുള്ളതാണ്. അതോടെ ഈ പ്രശ്നം രൂക്ഷമായത് എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ തന്നെ പറയണം, നമുക്കൊന്ന് കേട്ടോക്കാം. ഈ ഒരു പ്രശ്നത്തിന് ശേഷം, ബ്ലോക്ക് ആയതിനു ശേഷം ഇവര് നിരന്തരം അച്ഛനും അമ്മയും ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്ത് ഉപദ്രവിക്കുന്ന വെച്ചാൽ പറയുന്നത് കേട്ടാൽ കിട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ അടിയും കൊണ്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാർ കേസ് എടുക്കണമോ എന്ന് നന്ദനെ എടുത്ത് ചോദിച്ചു. അമ്മയുടെയും അച്ഛന്റെയും പേരിൽ കേസ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദന പറഞ്ഞു വേണ്ട,
അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നീട് വേണ്ടാന്ന് കരുതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെയാണ് പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞ ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവൾ ഈ വീട്ടിനകത്ത് പട്ടിണി കിടന്നു. അതുപോലെ ഇവൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിച്ച എടുത്ത് കഴിക്കടി എന്ന് അമ്മ പറയും. അമ്മയ്ക്ക് ഒരാൾക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായി തോന്നണ എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് അമ്മയ്ക്കുള്ളത്. അത് മോളാണോ മക്കളാണോ എന്ന് ചോദിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇവളെ 28 ദിവസം വരെ ഇവളിങ്ങനെ പട്ടിണി കിടന്നു. പട്ടിണി കിടന്നിട്ടും അവളെ ചോറ് വല്ലതും കഴിക്കുകയാണെങ്കിൽ, നേരത്തെ ആഹാരം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതിനെ കണ്ടി പോയി തെണ്ടി തിന്നടി എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും പറയുമായിരുന്നു. അച്ഛൻ നിരന്തരം ഈ പറയുന്ന നന്ദനെ ഉപദ്രവിക്കുമായിരുന്നു. അതുമല്ല ഇവരെന്തെങ്കിലും ടൂറിനോ ഗുരുവായൂരോ അങ്ങനെ എന്തോ പോയി ഇവളെ കൊണ്ടുപോകാതെ ഇവളെ അവിടെ ആക്കിയിട്ട് പോയി ഏറെ ഏതോ ഒരിടത്ത് പോകുന്നത് ഇപ്പൊ പൊന്നു എന്തിരി ഇവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടുവന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫോൺ പിടിച്ചു വാക്കുകയും അവന്റെ ഫോൺ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന നന്ദന പറയുന്നത്. അതുമല്ല ഇത്രയും അടി കിട്ടിയവൾക്ക് ഒരു രക്ഷയുമില്ല. അവിടെ ഇരുന്ന ചിലപ്പോൾ അവിടെ ജീവൻ തന്നെ പോകും എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. കാരണം എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് അവന് വേറെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻഗേജ്മെന്റിനെ ഉറപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ചേച്ചിയുമായിട്ട്, അപ്പൊ എനിക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. അവർ ഈ ഇവരുടെ ഇതിലേറി കളിക്കും. അവരും ഈ പറഞ്ഞ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം, അവർക്ക് അങ്ങോട്ട് ഒരു ഈഗോ. അതാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ നമ്മൾ രണ്ടുപേരുടെയും വേർഷൻ കേട്ട് കഴിഞ്ഞു അല്ലേ. അമ്മയുടെ വേർഷൻ എന്താണെന്നും നന്ദനയുടെ വേർഷൻ എന്താണെന്നും നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷെ ഇത് ഒഫീഷ്യൽ അല്ല എന്ന് മാത്രം. അവർ ഞങ്ങളോട് സംസാരിച്ചു എന്ന് വേറെ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. കൃത്യമായിട്ട് എന്ത് സംഭവിച്ചെന്ന് രണ്ടുപേരും തന്നെ വന്ന് പറയട്ടെ അല്ലേ. പക്ഷെ ഈ പറഞ്ഞു കേട്ടതെല്ലാം സത്യമാണെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇത് യൂഷ്വലി പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കുടുംബ പ്രശ്നം മാത്രമാണിത്. ഇവിടെ നന്ദനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. രണ്ടായാലും എനിക്ക് പറയാനുള്ളത് ഇത് കുടുംബ പ്രശ്നമാണ്. ഈ കുടുംബ പ്രശ്നങ്ങളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ വാങ്ങ് കേൾക്കുമ്പോൾ തോന്നും അയാളാണ് ശരിയെന്ന്, എന്നാൽ മറ്റാളുടെ വാങ്ങ് കേൾക്കുമ്പോൾ തോന്നും മറ്റാളാണ് ശരിയെന്ന്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ. അത് അവർ തമ്മിൽ തീർത്തോട്ടെ. പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എരിഞ്ഞു പോകുന്ന ഒരു തീക്കൊള്ളിയാണ് കുടുംബ പ്രശ്നം എന്ന് പറയുന്നത്. അത് ആളിക്കത്താൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇത് കുടുംബത്തിൽ തീരേണ്ട സംഗതികളാണ്. അത് കുടുംബത്തിൽ തന്നെ അങ്ങോട്ട് തീർക്കാം. അതല്ലാണ്ട് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഒരുമാതിരി ചീപ്പ് ഡ്രാമ കളിക്കുന്നതിനോടൊന്നും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് ഇതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.